ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ രാവിലെ അരച്ച് വെച്ചതാണ്. രാവിലെ അരച്ച് വെച്ച് 1 മണിക്കൂറിന് ശേഷമാണ് അപ്പം ചുട്ടെടുക്കുന്നത്. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് പച്ചരിയും ഇപ്പോൾ നമ്മൾ പച്ചരി എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള തേങ്ങ, ചോറ്, ഈസ്റ്റ്, പഞ്ചസാര എല്ലാം ഒന്നിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് രാവിലെ അരച്ചെടുക്കുന്നത്. കറി ഗ്രീൻ പീസാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ അരച്ച് 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി. നല്ല സോഫ്റ്റ് പാലപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് കുക്കറിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ക്യാരറ്റ്, ഒരു കിഴങ്ങ്, സവോള, പച്ചമുളക് ഇത്രയും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കണം. തേങ്ങയും മഞ്ഞൾപ്പൊടി വേണ്ട, നമ്മൾ കഷ്ണത്തിലിട്ടത് കൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്തിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് കുക്കറിൽ വെച്ചതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം അല്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ അതിലേക്കിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം കടുക് ഇടണമെന്നില്ല. കറി റെഡിയായതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് താളിച്ച് അവസാനം ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. അതും നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇപ്പുറത്തെ കലത്തിൽ ഞാൻ ചോറ് വേകാനായിട്ടേ മോൾക്ക് ചോറ് കൊടുത്തു വിടണം. അപ്പോൾ അത് ഏകദേശം ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് അല്പം ഗരം മസാലപ്പൊടി തക്കാളി വഴന്നതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കൂട്ടത്തിലൊന്ന് എടുത്തതേ ഉള്ളൂ. നേരത്തെ ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഇത് കേട്ടോ. നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കൂടെ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ക്യാരറ്റും കിഴങ്ങും ഗ്രീൻ പീസും എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. സവോളയും ചേർത്തിട്ടുണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ അതെല്ലാം നമ്മൾ അരപ്പ് തിളച്ച് നന്നായിട്ട് വറ്റിയ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അല്പം ഗരം മസാലപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. തിളച്ച് കഴിഞ്ഞിട്ട് അല്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പവും ഗ്രീൻ പീസുമാണ് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ മോൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കോളേജിൽ പോകേണ്ടത് കൊണ്ട് കഴിക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി വയ്ക്കാനായിട്ട് മീൻ നോക്കാൻ പറഞ്ഞിട്ട് മാർക്കറ്റ് വരെ പോകാനായിട്ട് റെഡിയാകണേ. അപ്പോൾ മോൻ പോകാൻ റെഡിയായപ്പോൾ അനുവും കൂടെ, രണ്ടുപേരും കൂടെ പോകണത്. അനുവും പോകുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ മാർക്കറ്റിൽ പോയിട്ട് മീൻ എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ മീൻതട്ടയിൽ പോയി നോക്കിയതാണ്. അവിടെ അയലയും മത്തി അങ്ങനെയുള്ള എപ്പോഴും ഒരേ തരം മീൻ തന്നെയായിരിക്കും. അത് കാരണം പിന്നെ പുറത്ത് നിന്ന് നോക്കട്ടെ, എന്തെങ്കിലും ചെമ്മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് പോണത്. അങ്ങനെ അവർ പോയിട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ തുണി അലക്കലും വിരിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ച് വന്ന് മീനും കേരമീനും ചെമ്മീനും ഉണ്ടായിരുന്നേ. പിന്നെ മോള് ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി. അപ്പോൾ ഇവിടെ ഷൂ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വശത്ത് അത് പൊട്ടിപ്പോയി. അപ്പോൾ പുതിയതൊരെണ്ണം വാങ്ങാൻ പറഞ്ഞിട്ട് അതിൻ്റെ അളവൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ പോയപ്പോൾ ആ ഷൂവും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതൊന്ന് എടുത്ത് നോക്കിയാണ് എങ്ങനെയുണ്ട്, ചേരുവായില്ല എന്നൊക്കെ വന്നിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തോരൻ വയ്ക്കാനായിട്ട് ചീരയുണ്ട്, ചീര തോരൻ വയ്ക്കണം.
ഇലക്കറികളല്ലേ, നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കേണ്ടതല്ലേ. അപ്പോൾ ഇപ്പം ചീരയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇപ്പോൾ ചീര കിട്ടുന്നുണ്ട്. പിന്നെ മീൻ കൊണ്ടുവന്നത് കേരയായിരുന്നു. കേര വലിയൊരു പീസാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പിന്നെ ഞാനത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനും ചെറിയ പീസായിട്ട് എടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് കഴുകി നന്നായിട്ടൊക്കെ എടുത്ത്, പിന്നെ ചെമ്മീനുണ്ടായിരുന്നു, വെള്ള ചെമ്മീനായിരുന്നു. വെള്ള ചെമ്മീൻ നന്നായിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ വെള്ളരിക്കയും മാങ്ങയുണ്ട്. അപ്പോൾ വെള്ളരിക്കയും മാങ്ങയിട്ട് ചെമ്മീൻ കറിയും വയ്ക്കാം. ചൂര മുളകിൽ കറി വയ്ക്കാനും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അപ്പം ഞാനും അനുവും കൂടെയാണ് അടുക്കളയിൽ പാചകം. അപ്പോൾ ഇന്ന് ഒരു തോരൻ വയ്ക്കാനുള്ളതും മീൻകറിയും ചെമ്മീനുമാണ്. അപ്പോൾ അത് ഞങ്ങളുടെ പാചകം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, ചേട്ടായിക്ക് സുഖമില്ലെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്, തിരുമ്മലും കിഴിവയ്ക്കലും ഒക്കെ ആയിട്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് കാരണം ഇപ്പോൾ നല്ല തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സമയത്ത് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ തിരക്കിലാണിപ്പം. എല്ലാവരുടെയും വീഡിയോ കാണാനും എനിക്ക് കൂടുതലൊന്നും വീഡിയോ കാണാൻ വരാൻ പറ്റിയിട്ടില്ല. ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതാണ് കുറച്ച് ലേറ്റായി പോണത് വീഡിയോ കാണാനേ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, സാഹചര്യം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. ഇപ്പോൾ ചെമ്മിക്കറിയും കേരമീനും കറി റെഡിയായി, പിന്നെ ചീര തോരനും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാൻ പോലും എനിക്ക് സമയം ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഇന്ന് ചേട്ടായിയും കൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത് പോലും അവിടെ ഇരുന്നിട്ടായിരുന്നു. രാവിലെ 7 മണിക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. കാരണം വെച്ചാൽ ഞാൻ വോയിസ് പോലും കൊടുത്തിട്ടില്ലായിരുന്നു. 10 മണിക്ക് ശേഷം ഇരുന്നാണ് വോയിസ് കൊടുത്തത്. അങ്ങനെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. പിന്നെ ഊണെല്ലാം കഴിഞ്ഞിട്ട് അനുവും പിന്നെ മോനും കൂടെയാണ് പുറത്തേക്ക് പോയത്. അവർ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തേക്ക് പോയതാണ്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഗോതമ്പ് ഞാൻ കഴുകി ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് 2 ദിവസത്തെ ഉണക്കായി, ഗോതമ്പ് നന്നായിട്ട് ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് പേറ്റി പെറുക്കിയൊക്കെ എടുത്ത് പാത്രത്തിലാക്കിയിട്ട് നമുക്കതൊന്ന് പൊടിക്കാനായിട്ട് കൊടുക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ നല്ല വെയിലായത് കാരണം നമുക്ക് പെട്ടെന്ന് എല്ലാം ഉണങ്ങിയൊക്കെ കിട്ടും. തുണിയാണെങ്കിലും ഗോതമ്പ്, മുളക്, മല്ലി എല്ലാം നമുക്ക് പൊടിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഉത്സവ സീസണൊക്കെ അല്ലേ, അപ്പോൾ മുളകും മല്ലിയൊക്കെ നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യവും കൂടെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടെ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.